വെൽക്കം ടു ഇംഗ്ലീഷ് മെയ്ഡ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഓൾറെഡി ഇംഗ്ലീഷ് ഗ്രാമർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ്. ഇന്ന് ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മലയാളം അത്ര മോശമല്ല എങ്കിലും ഒരു ശുദ്ധ മലയാളത്തിൽ കൂട്ടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പ്രിപ്പൊസിഷൻസ് എന്ന ടോപ്പിക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുമ്പോൾ അതൊരു വാസ്റ്റ് സിലബസ് ആണ്. അത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ തുടർന്ന് ശ്രദ്ധിച്ച് പഠിച്ച് ഫോളോ ചെയ്താൽ എളുപ്പമായിരിക്കും. ആർക്കും പഠിക്കാം, എന്നാൽ താല്പര്യത്തോട് പഠിച്ച് മനസ്സിലാക്കി പ്രയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂടുന്നത്. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ തീർച്ചയായും പറ്റും. ഒരു വട്ടം മലയാളത്തിൽ കണ്ട് പിന്നെ അത് ഇംഗ്ലീഷിൽ കണ്ടാൽ ഒന്നുകൂടി ക്ലിയറായി നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറ്റാവുന്ന രീതിയിൽ പകർന്നു കൊടുക്കുക എന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ മലയാളത്തിൽ ചെയ്യുന്നത്. കണ്ട് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായും ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. വീഡിയോയിലേക്ക് കിടക്കാം. ചില ടേംസൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് പ്രയോഗിക്കുന്നത്. എല്ലാം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇത് വളരെ നീണ്ടു പോകും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് പ്രിപ്പൊസിഷൻസ്. കണ്ടാൽ വളരെ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ കുറച്ച് സൂത്രത്തോടു കൂടി പ്രയോഗിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. A preposition is a word used to indicate different relations such as place, time, method, manner, reason, purpose, possession, direction, motion, etc. ഒരു പ്രിപ്പൊസിഷൻ എന്നത് ഒരു പദമാണ്. ഇതുപോലുള്ള വ്യത്യസ്ത ബന്ധങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് സ്ഥലം, സമയം, രീതി, കാരണം, ഉദ്ദേശ്യം, കൈവശം, ദിശ, ചലനം തുടങ്ങിയവ. Preposition is placed before a noun or a pronoun. ഒരു നാമത്തിനോ സർവനാമത്തിനോ മുമ്പായി preposition സ്ഥാപിച്ചിരിക്കുന്നു. Noun is a name of any person, place or thing. Nouns also name an emotion or quality or state. നാമം എന്നത് ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരാണ്. നാമങ്ങൾ ഒരു വികാരത്തെയോ ഗുണത്തെയോ അവസ്ഥയെയോ നാമകരണം ചെയ്യുന്നു. Pronouns are nouns in disguise and have the same function as a noun. They take the place of a noun. A preposition usually comes before a noun or a pronoun which is its object. അതായത് ഒരു പ്രിപ്പൊസിഷൻ സാധാരണമായി ഒരു നാമത്തിനോ സർവനാമത്തിനോ മുമ്പായി വരുന്നു. അത് അതിൻ്റെ വസ്തുവാണ്. The preposition tells us the relation of its object, അതായത് person or thing, to other words in the sentence. വാക്യത്തിലെ മറ്റ് പദങ്ങളുമായുള്ള അതിൻ്റെ ഓബ്ജക്റ്റിൻ്റെ, അതായത് വ്യക്തി അല്ലെങ്കിൽ വസ്തു ബന്ധം പ്രിപ്പൊസിഷൻ നമ്മോട് പറയുന്നു. പ്രിപ്പൊസിഷൻ മീൻസ് ദാറ്റ് വിച്ച് ഇസ് പ്ലേസ്ഡ് ബിഫോർ. പ്രീപൊസിഷൻ അർത്ഥമാകുന്നത് മുമ്പ് സ്ഥാപിച്ചത്. പ്രിപ്പൊസിഷൻ നമ്മൾ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് ഒരു നൗൺ മറ്റൊരു നൗണിനോട് അല്ലത് ഒരു നൗൺ അഡ്ജക്റ്റീവിനോട് അല്ലത് വേർബ് ഒരു നൗണിനോട് യോജിപ്പിക്കാനാണ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. There is a cup on the table. ഇവിടെ കപ്പ് ഒരു നൗണാണ്, ടേബിൾ ഒരു നൗണാണ്. ഇവിടെ തമ്മിൽ യോജിപ്പിക്കാൻ
ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ ഓൺ ആണ്. അടുത്ത എക്സാമ്പിൾ, ഹി ഈസ് ഫോണ്ട് ഓഫ് പെറ്റ്സ്. ഈ സെൻറ്റൻസിൽ ഫോണ്ട് ഒരു അഡ്ജക്റ്റീവ് ആണ്, പെറ്റ്സ് ഒരു നൗൺ ആണ്. ഇവയെ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ ഓഫ് ആണ്. ഹി ഈസ് ഫോണ്ട് ഓഫ് പെറ്റ്സ്. അടുത്ത എക്സാമ്പിൾ, ഹർ ക്യാറ്റ് ജംപ്ഡ് ഓഫ് ദ ചെയർ. ഇവിടെ ജംപ്ഡ് വേർബാണ്, ചെയർ നൗൺ ആണ്. ഇവയെ യോജിപ്പിക്കുന്നത് ഓഫ് എന്ന പ്രിപ്പൊസിഷൻ ആണ്. സോ ഇവിടെ ഓൺ, ഓഫ് എന്നിവ പ്രിപ്പൊസിഷൻസ് ആണ്. പ്രിപ്പൊസിഷൻ ക്യാൻ ഹാവ് 2 or more objects. അതായത് രണ്ടോ അതിലധികമോ ഓബ്ജക്റ്റുകൾ ഉണ്ടാകാം. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഷീ ഡ്രോ ത്രൂ ഹിൽസ് ആൻഡ് പ്ലെയിൻസ്. ത്രൂ എന്ന പ്രിപ്പൊസിഷൻ്റെ 2 ഓബ്ജക്ട്സ് ഈ സെൻറ്റൻസിലുള്ളത്, ഹിൽസ്, പ്ലെയിൻസ്. A preposition is generally placed before its object, but sometimes it follows the object. ഒരു പ്രിപ്പൊസിഷൻ സാധാരണമായി അതിൻ്റെ ഓബ്ജക്റ്റിൻ്റെ മുമ്പായി സ്ഥാപിക്കുന്നു, പക്ഷേ ചിലപ്പോൾ അത് ഓബ്ജക്റ്റിനെ പിന്തുടരുന്നു. എക്സാമ്പിൾ, ഹിയർ ഇസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഫോർ. ഇവിടെ ബുക്ക് ഓബ്ജക്റ്റ് ആണ്, ദാറ്റ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ്. ഫോർ പ്രിപ്പൊസിഷൻ ആണ്. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം നിങ്ങൾ ചോദിച്ച പുസ്തകം ഇതാ. സോ ഇവിടെ ഫോർ എന്ന പ്രിപ്പൊസിഷൻ വരുന്നത് ഓബ്ജക്റ്റിനെ പിന്തുടർന്നാണ്. ദ പ്രിപ്പൊസിഷൻസ് ഫോർ, ഫ്രം, ഇൻ, ഓൺ ആർ ഓഫൻ ഒമിറ്റഡ് ബിഫോർ നൗൺസ് ഓഫ് പ്ലേസ് ഓർ ടൈം. ചില സമയങ്ങളിൽ പ്രിപ്പൊസിഷൻസ് ഒഴിവാക്കപ്പെടുന്നു. അതിൻ്റെ എക്സാമ്പിൾസ്, വി ഡിഡ് ഇറ്റ് ലാസ്റ്റ് വീക്ക്. അതായത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളത് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. വി ഡിഡ് ഇറ്റ് ലാസ്റ്റ് വീക്കിൽ ഇൻ എന്ന പ്രിപ്പൊസിഷൻ ഒമിറ്റ് ചെയ്യപ്പെടുന്നു. വി ഡിഡ് ഇറ്റ് ഇൻ ദ ലാസ്റ്റ് വീക്ക് എന്ന ആവശ്യമില്ല. വെയിറ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ് കാത്തിരിക്കൂ. ഇവിടെ വെയിറ്റ് ഫോർ എ മിനിറ്റ് എന്നതിന് പകരം വെയിറ്റ് എ മിനിറ്റ് എന്നാണ് പറയുന്നത്. സോ ഫോർ എന്ന പ്രിപ്പൊസിഷൻ ഒമിറ്റ് ചെയ്യപ്പെടുന്നു. Several words are used sometimes as adverbs and sometimes as prepositions. നിരവധി വാക്കുകൾ ചിലപ്പോൾ ക്രിയാവിശേഷങ്ങളായും ചിലപ്പോൾ പ്രിപ്പൊസിഷൻസ് ആയും ഉപയോഗിക്കുന്നു. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. A word is a preposition when it has an object. എപ്പോഴാണ് ഒരു വേർഡ് പ്രിപ്പൊസിഷൻ എന്നറിയപ്പെടുന്നത്? അതിനൊരു ഓബ്ജക്റ്റ് ഉള്ളപ്പോൾ. അതായത് ദ ക്യാറ്റ് ജംപ്ഡ് ഓഫ് ദ ടേബിൾ. പൂച്ച മേശയിൽ നിന്ന് ചാടി. സോ ഈ പ്രിപ്പൊസിഷൻ ഓഫിന് there is an object, അതായത് ടേബിൾ. ടേബിൾ is the object. അപ്പോൾ ഈ ഓഫ് is a preposition. It is an adverb when it does not have an object. Example, the cat jumped off. പൂച്ച ചാടിപ്പോയി. Here the word off does not have an object. ഈ ഓഫ് എന്ന് പറയുന്ന വാക്കിന് ഓബ്ജക്റ്റ് ഇല്ല. എന്തിൽ നിന്ന് ചാടി എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് it is an adverb. Note the difference in the usage of words. I could not come before. ഇവിടെ ബിഫോറിന് ഓബ്ജക്റ്റ് ഇല്ല. അപ്പോൾ ഈ ബിഫോർ is an adverb. I came the day before yesterday. ഇവിടെ ബിഫോറിന് ഓബ്ജക്റ്റ് ഉണ്ട്. ഇവിടെ ബിഫോർ പ്രിപ്പൊസിഷൻ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The wheel came off. ഓഫ് എന്ന വേർഡിന് ഇവിടെ ഓബ്ജക്റ്റ് ഇല്ല. അപ്പോൾ ഇത് ആഡ്വേർബ് ആണ്. The driver jumped off the car. ഇവിടെ ഓഫ് പ്രിപ്പൊസിഷൻ ആണ്. Let us move on. On there is no object. അതുകൊണ്ട് on ഒരു adverb ആണ് ഇവിടെ. The book lies on the table. ഇവിടെ on object ഉണ്ട്. അതുകൊണ്ട് ഇവിടെ on is a
പ്രിപ്പസിഷൻ. ഇനി നമ്മൾക്ക് കൈൻഡ്സ് ഓഫ് പ്രിപ്പസിഷൻസ് പരിചയപ്പെടാം. There are 3 kinds of prepositions, അതായത് simple prepositions, compound prepositions, complex or phrase prepositions. ഇനി simple prepositions എന്താണെന്ന് നോക്കാം. Words like in, on, at, by, from, about, over, under, through, till, up, of, for, to, etc. ഈ വേർഡ്സ് ഒക്കെ സിമ്പിൾ പ്രിപ്പസിഷൻസ് ആണ്. എക്സാമ്പിൾ, ദേ കെയിം ഫ്രം കൊൽക്കത്ത. അവർ കൊൽക്കത്തയിൽ നിന്നാണ് വന്നത്. സോ ഇവിടെ ഫ്രം ആണ് പ്രിപ്പസിഷൻ. ദർ ഇസ് സം ജ്യൂസ് ഇൻ ദി ക്യാൻ. ക്യാനിൽ കുറച്ച് ജ്യൂസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ ഇൻ ഇസ് എ പ്രിപ്പസിഷൻ. ഐ ഫൗണ്ട് മൈ സ്ലിപ്പേഴ്സ് അണ്ടർ ദി ബെഡ്. കട്ടിലിനടിയിൽ എൻ്റെ ചെരുപ്പുകൾ കണ്ടെത്തി. ഐ ഫൗണ്ട് മൈ സ്ലിപ്പേഴ്സ് അണ്ടർ ദി ബെഡ്. ഇവിടെ അണ്ടർ ആണ് പ്രിപ്പസിഷൻ. ഷീ ഫെൽ ഓഫ് ദി ചെയർ. അവൾ കസേരയിൽ നിന്ന് വീണു. ഇവിടെ ഓഫ് പ്രിപ്പസിഷൻ ആണ്. ഇവയൊക്കെ ഫ്രം, ഇൻ, അണ്ടർ, ഓഫ് ഇവയൊക്കെ സിമ്പിൾ പ്രിപ്പസിഷൻസ് ആണ്. ഇനി നമുക്ക് കോമ്പൗണ്ട് പ്രിപ്പസിഷൻസ് എന്താണെന്ന് നോക്കാം. Words formed by combining prepositions, nouns, adverbs, etc. Examples are into, across, without, within, inside, outside, beneath, below, behind, between. ഇനി സെന്റൻസിൽ നോക്കാം. Put the bread into the bread box. Bread ബോക്സിൽ ഇടുക. സോ ഇൻ ടു, ഇവിടെ ഇൻ ടു എന്ന് പറയുന്ന വാക്കാണ് പ്രിപ്പസിഷൻ. ഷീ റാൻ അക്രോസ് ദ സ്ട്രീറ്റ് ടു ബോർഡ് ദ ബസ്. അവൾ ബസ്സിൽ കയറാൻ തെരുവിലൂടെ ഓടി. ഷീ റാൻ അക്രോസ് ദ സ്ട്രീറ്റ് ടു ബോർഡ് ദ ബസ്. ഇവിടെ അക്രോസ് ആണ് പ്രിപ്പസിഷൻ. ഇതൊരു കോമ്പൗണ്ട് പ്രിപ്പസിഷൻ ആണ്. വി വിൽ ബി ബാക്ക് വിതിൻ എ മിനിറ്റ്. ഒരു മിനിറ്റിനുള്ളിൽ ഞങ്ങൾ തിരിച്ചെത്തും എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. സോ ഇവിടെ വിതിൻ എന്ന് പറയുന്നത് പ്രിപ്പസിഷൻ ആണ്. വി വിൽ ബി ബാക്ക് വിതിൻ എ മിനിറ്റ്. ഇൻ ദ ക്ലാസ് റൂം ഐ സിറ്റ് ബിറ്റ്വീൻ കാവ്യ ആൻഡ് ദിവ്യ. ക്ലാസ് റൂമിൽ ഞാൻ കാവ്യയ്ക്കും ദിവ്യയ്ക്കും ഇടയിൽ ഇരുന്നു. ബിറ്റ്വീൻ ആണ് പ്രിപ്പസിഷൻ. ഇനി നമുക്ക് കോംപ്ലെക്സ് പ്രിപ്പസിഷൻ എന്നാൽ എന്തെന്ന് നോക്കാം. ദീസ് ആർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡസ് ദ വർക്ക് ഓഫ് എ സിംഗിൾ പ്രിപ്പസിഷൻ. അതായത് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഒരു പ്രിപ്പസിഷൻ്റെ ഫങ്ഷൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോംപ്ലെക്സ് ഓർ ഫ്രേസ് പ്രിപ്പസിഷൻസ്. എക്സാമ്പിൾ, ഇൻ ഫ്രണ്ട് ഓഫ്, ബിക്കോസ് ഓഫ്, വിത്ത് റെഫറൻസ് ടു, in spite of, in addition to, according to, along with, away from, by means of, in place of, etc. ഇതൊക്കെ കോംപ്ലെക്സ് പ്രിപ്പസിഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് സെൻറ്റൻസ് നോക്കാം. There is a car in front of the house. വീടിന് മുന്നിൽ ഒരു കാറുണ്ട്. സോ ഇവിടെ ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയുന്നതാണ് പ്രിപ്പസിഷൻ ആൻഡ് ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് പ്രിപ്പസിഷൻ. അടുത്ത സെൻറ്റൻസ്, റിയ സക്സീഡഡ് ബിക്കോസ് ഓഫ് ഹർ ഹാർഡ് വർക്ക്. കഠിനാധ്വാനം കൊണ്ടാണ് റിയ വിജയിച്ചത്. സോ ബിക്കോസ് ഓഫ് ഇസ് ദ പ്രിപ്പസിഷൻ ഹിയർ. അടുത്ത സെൻറ്റൻസ്, ഇൻ സ്പൈറ്റ് ഓഫ് ദ കോൾഡ് ദ ചിൽഡ്രൻ പ്ലേഡ് ഔട്ട്സൈഡ് ഇൻ ദ ഗാർഡൻ. സോ ഇവിടെ ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നതാണ് പ്രിപ്പസിഷൻ. ഇനി നമ്മൾക്ക് പ്രിപ്പസിഷൻസ് ഓഫ് പ്ലേസ് എന്തെന്ന് നോക്കാം. ഇറ്റ് ടെൽസ് us വേർ, എവിടെയാണ്, അതിൻ്റെ സ്ഥാനം. എബവ്, ബിലോ, അണ്ടർ, ഓവർ, ബിസൈഡ്, ഡൗൺ, നിയർ, ഇൻ ഫ്രണ്ട് ഓഫ്, അറൗണ്ട്, എക്സെട്ര എന്നതെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ,
The fruit hung above my head, but I could not reach it. അതായത് പഴങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടന്നു, പക്ഷേ എനിക്ക് അതിൽ എത്താൻ കഴിഞ്ഞില്ല. സോ ഇവിടെ എബവ് എന്നതാണ് പ്രിപ്പൊസിഷൻ ഓഫ് പ്ലേസ്. അതായത് ഫ്രൂട്ട് എവിടെയാണ് തൂങ്ങിക്കിടന്നിരുന്നത്? എബവ് മൈ ഹെഡ് എന്നാണ് പറയുന്നത്. There is a new car in front of the house. വീടിനു മുന്നിൽ ഒരു പുതിയ കാറുണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് എവിടെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് അതായത് വീടിൻ്റെ മുന്നിൽ. ദ മാൻ വാക്ക്ഡ് ഡൗൺ ദ റോഡ്. ആ മനുഷ്യൻ റോഡിലൂടെ നടന്നു. സോ റോഡിലൂടെ നടന്നു. എവിടെ നടന്നു? റോഡിലൂടെ നടന്നു എന്നതാണ്. സോ ഇവിടെ ഡൗൺ എന്ന വാക്ക് പ്രിപ്പൊസിഷൻ ഓഫ് പ്ലേസ് ആണ്. ഇനി അടുത്തത് യൂസേജ് ഓഫ് at, in and on as prepositions of place. എങ്ങനെയാണ് at എന്ന വാക്ക് നമ്മൾ prepositions of place ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. at is used for a specific point. അതായത് at the door, at the corner, വാതിൽക്കൽ അല്ലെങ്കിൽ ഒരു മൂലയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ at എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് at is used for a specific point. Someone is at the door. വാതിൽക്കൽ ആരോ ഉണ്ട്. Let us meet at the coffee shop. നമുക്ക് കോഫി ഷോപ്പിൽ വെച്ച് കാണാം. The pencil is kept at the center of the box. പെൻസിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത്? പെൻസിൽ പെട്ടിയുടെ മധ്യഭാഗത്തായി സൂക്ഷിച്ചിരിക്കുന്നു. So the pencil is kept at the center of the box. Her friends live at സുൽത്താൻപൂർ. അവളുടെ സുഹൃത്തുക്കൾ സുൽത്താൻപൂരിൽ താമസിക്കുന്നു. റാം വാസ് സ്റ്റഡിങ് അറ്റ് മഥുര ഇൻ UP എന്നാണ് പറയുന്നത്. അറ്റ് മഥുര ഇൻ UP. റാം UPയിലെ മധുരയിൽ പഠിക്കുകയായിരുന്നു. മൈ ആൻറ്റ് ലിവ്സ് അറ്റ് ടൊറോണ്ടോ ഇൻ കാനഡ. കാനഡയിലെ ടൊറോണ്ടോയിലാണ് എൻ്റെ അമ്മായി താമസിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് ഇൻ മേ റെഫർ ടു ആൻ എൻക്ലോസ്ഡ് സ്പേസ്. അതായത് അടഞ്ഞ സ്ഥലം. എ ലാർജർ ഏരിയ ലൈക്ക് എ ടൗൺ ഓർ എ സിറ്റി. ഐ ലിവ് ഇൻ മുംബൈ. ഞാൻ മുംബൈയിലാണ് താമസിക്കുന്നത്. സോ ഇൻ ഉപയോഗിക്കുന്നത് ഒരു അടഞ്ഞ സ്ഥലത്തെ ഉദ്ദേശിക്കുമ്പോഴാണ്. ഐ ലിവ് ഇൻ മുംബൈ. മുംബൈയിലാണ്. ദ ബുക്സ് ആർ ഇൻ ദ ബാഗ്. ഇൻ എവിടെയാണ് ബുക്സ് വെച്ചിരിക്കുന്നത്? ഇറ്റ്സ് ഇൻ ദ ബാഗ്. പുസ്തകങ്ങൾ ബാഗിലുണ്ട്. ഇറ്റ്സ് ഇൻ ദ ബാഗ്. ഇന്നാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ. ദ അസംബ്ലി ടേക്സ് പ്ലേസ് ഇൻ ദ സെൻട്രൽ ഹാൾ. സെൻട്രൽ ഹാളിലാണ് അസംബ്ലി നടക്കുന്നത്. സോ അതും ഹാളിലാണ് എന്ന് പറയാനാണ് ഇൻ ദ സെൻട്രൽ ഹാൾ എന്ന് ഉപയോഗിക്കുന്നത്. വി ലിവ്ഡ് ഇൻ പൂനെ ഫോർ 10 years. 10 വർഷമായി ഞങ്ങൾ പൂനെയിൽ താമസിച്ചു. സോ വി ലിവ്ഡ് ഇൻ പൂനെ ഫോർ 10 years. ദ പെൻസിൽ ഈസ് ഇൻ ദ ബോക്സ്. പെൻസിൽ പെട്ടിയിലുണ്ട്. ഇൻ. സോ ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ ഇൻ എന്നതാണ്. ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ദ കബേർഡ് ഇസ് കെപ്റ്റ് ഇൻ ദ കോർണർ ഓഫ് ദ റൂം. അപ്പോൾ കബേർഡ് ഇസ് കെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ കോർണർ ഓഫ് ദ റൂം. പക്ഷേ അവർ ഹൗസ് ഇസ് അറ്റ് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ്. സോ അവർ ഹൗസ് ഇസ് അറ്റ് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ്. അതാണ് വ്യത്യാസം. ബിക്കോസ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റൂം ഇസ് എൻ എൻക്ലോസ്ഡ് സ്പേസ് ബട്ട് ദ സ്ട്രീറ്റ് ഇസ് നോട്ട് ആൻ എൻക്ലോസ്ഡ് സ്പേസ്. ഇനി നമുക്ക് എവിടേക്കാണ് ഓൺ എന്ന പ്രിപ്പൊസിഷൻ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഓൺ ഇസ് യൂസ്ഡ് ഫോർ എ സർഫേസ്. അതായത് ഉപരിതലം. ഓൺ ഇസ് ഓൾസോ യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് റോഡ്സ് ആൻഡ് സ്ട്രീറ്റ്സ്. ഇനി എക്സാമ്പിൾസ്. ഐ റോട്ട് മൈ നെയിം ഓൺ ദ കവർ. കവറിൽ ഞാൻ എൻ്റെ പേരെഴുതി. There are 3 lights on the ceiling. സോ ഇവിടെ ഓൺ ആണ് പ്രിപ്പൊസിഷൻ. വി ലിവ് ഓൺ MG റോഡ്. ഞങ്ങൾ താമസിക്കുന്നത് MG റോഡിലാണ്. വി ലിവ് ഓൺ MG റോഡ്.
The pencil is on the table. പെൻസിൽ മേശപ്പുറത്തുണ്ട്. സോ സർഫസ് ഉദ്ദേശിച്ച് പറയുമ്പോൾ നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. നൗ യൂസേജ് ഓഫ് ബിറ്റ്വീൻ, അതായത് ഇടയിൽ, ആൻഡ് അമങ് കൂട്ടത്തിൽ, അതിൻ്റെ യൂസേജുകൾ നോക്കാം. ബിറ്റ്വീൻ ആൻഡ് അമങ് ആസ് പ്രിപ്പോസിഷൻസ് എങ്ങനെയാണ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇറ്റ് ഓഫൻ ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ. ബിറ്റ്വീൻ ഇസ് യൂസ്ഡ് വെൻ there are only two persons or things. അതായത് രണ്ട് വ്യക്തികളോ വസ്തുക്കളോ മാത്രമുള്ളപ്പോൾ ഇടയ്ക്ക് ഉപയോഗിക്കുന്നു. അതായത് ബിറ്റ്വീൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, പ്രിയ സാറ്റ് ബിറ്റ്വീൻ ഹർ ടു ബെസ്റ്റ് ഫ്രണ്ട്സ്. പ്രിയ തൻ്റെ രണ്ട് ഉറ്റ സുഹൃത്തുക്കൾക്കിടയിൽ ഇരുന്നു. സോ ഇവിടെ നമ്മൾ ബിറ്റ്വീൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇനി among എപ്പോൾ ഉപയോഗിക്കും എന്ന് നോക്കാം. among is used when there are more than two. രണ്ടിൽ കൂടുതൽ ഉള്ളപ്പോൾ കൂട്ടത്തിൽ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഷെയർ ദ ചോക്ലേറ്റ്സ് ഈക്വലി among your cousins. നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിൽ ചോക്ലേറ്റുകൾ തുല്യമായി പങ്കിടുക എന്ന് അർത്ഥം വരുമ്പോൾ നമ്മൾ among എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. Share the chocolates equally among your cousins. ഇനി യൂസേജ് ഓഫ് beside and besides എങ്ങനെയെന്ന് നോക്കാം. Beside means at or by the side of. I sat beside my mother and held her hand. ഞാൻ അമ്മയുടെ അരികിലിരുന്നു, അവരുടെ കയ്യിൽ പിടിച്ചു. So beside means അരികിൽ. Besides means except or in addition to. Who besides Meera could have done this? മീരയെ കൂടാതെ ആർക്കാണ് ഇത് ചെയ്യാൻ കഴിയുക? Besides Tara, Priya and Veena were at the show. താരയെ കൂടാതെ പ്രിയയും വീണയും ഷോയിൽ ഉണ്ടായിരുന്നു. Besides his children, there were present his nephews and nieces. മക്കളെ കൂടാതെ അദ്ദേഹത്തിൻ്റെ മരുമക്കളും ഉണ്ടായിരുന്നു. Besides being fined, she was sentenced to a term of imprisonment. പിഴയ്ക്ക് പുറമെ അവൾക്ക് ഒരു തടവ് ശിക്ഷയും വിധിച്ചു. Besides the ungathered rice, he lay. ശേഖരിക്കാത്ത അരിക്ക് അടുത്ത് അവൻ കിടന്നു. സോ ഇതാണ് beside ആൻഡ് ബിസൈഡ്സിൻ്റെ യൂസേജിൻ്റെ വ്യത്യാസം. ഒന്ന് അരികത്തെന്ന് അർത്ഥമാണ്, മറ്റത് കൂടാതെ എന്ന് അർത്ഥമാവുന്നു. ഇനി പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം. എക്സാമ്പിൾസ്: ഓൺ, ഇൻ, അറ്റ്, ടിൽ, ഡ്യൂറിങ്, ആഫ്റ്റർ, ബിഫോർ, എക്സെട്ര. പ്ലീസ് വെയിറ്റ് ടിൽ 2 o'clock. ദയവായി 2 മണിവരെ കാത്തിരിക്കുക. She arrived before midnight. അർദ്ധരാത്രിക്ക് മുൻപ് അവൾ എത്തി. My turn comes after yours. എൻ്റെ ഊഴം നിങ്ങളുടെ പിന്നാലെ വരുന്നു. We reached home at 2 p.m. ഉച്ചയ്ക്ക് 2 മണിയോടെ ഞങ്ങൾ വീട്ടിലെത്തി. I was born in July. ഞാൻ ജനിച്ചത് ജൂലൈയിലാണ്. ഹർഷ് has to go to Delhi on June 20th. ജൂൺ 20-ന് ഹർഷിന് ഡൽഹിക്ക് പോകണം. സോ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം ടിൽ, ബിഫോർ, ആഫ്റ്റർ, അറ്റ്, ഇൻ, ഓൺ എന്നിവയാണ്. സോ നമ്മൾ എപ്പോഴൊക്കെയാണ് അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്? ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം സൂചിപ്പിക്കാൻ. അതായത് അറ്റ് 4 p.m. വൈകുന്നേരം 4 മണിക്ക് എന്ന് പറയുമ്പോൾ അറ്റ് 4 p.m. ആണ്. ദ പാർട്ടി ഗോട്ട് ഓവർ അറ്റ് മിഡ്നൈറ്റ്. അർദ്ധരാത്രിയോടെ പാർട്ടി കഴിഞ്ഞു. അതായത് ദ പാർട്ടി ഗോട്ട് ഓവർ അറ്റ് മിഡ്നൈറ്റ്. അപ്പം അറ്റ് എന്ന വാക്ക് ഉപയോഗിക്കണം. അറ്റ് ഇസ് എ പ്രിപ്പോസിഷൻ. അറ്റ് ദ എൻഡ് ഓഫ് ദ മീറ്റിംഗ് എവ്രി വൺ വെൻറ്റ് ഹോം ഹാപ്പി. മീറ്റിങ്ങിൻ്റെ അവസാനം എല്ലാവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ മീറ്റിംഗ്. ഇവിടെ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ഇൻ
is used to talk of a period of time, a few minutes or hours, അല്ലെങ്കിൽ ഒരു ആഴ്ച, മാസം, ഒരു വർഷം എന്ന് നീണ്ട കാലം ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ക്യാൻ യു മീറ്റ് മീ ഇൻ 15 minutes? 15 മിനിറ്റിനുള്ളിൽ എന്നെ കാണാമോ, എന്നെ വന്ന് കാണാമോ. ഇറ്റ് ബിക്കംസ് വെരി ഹോട്ട് ഇൻ സമ്മർ. വേനൽക്കാലത്ത് വളരെ ചൂടായിരിക്കും. സോ ഇവിടെ ഇറ്റ് ബിക്കംസ് വെരി ഹോട്ട് ഇൻ സമ്മർ എന്ന് പറയുമ്പോൾ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. വി ഷിഫ്റ്റഡ് ടു നാസിക് ഇൻ 1996. 1996 ഞങ്ങൾ നാസിക്കിലേക്ക് മാറി. അപ്പോൾ ഇവിടെ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. A lot of discoveries were made in the last century. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഇൻ എന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി എപ്പോഴൊക്കെയാണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? അതായത് സമയത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഓൺ ഇസ് യൂസ് ടു ടോക്ക് ഓഫ് എ പർട്ടിക്കുലർ ഡേ ഓർ ഡേറ്റ്. ഒരു പ്രത്യേക ദിവസമോ അല്ലെങ്കിൽ ഒരു ഡേറ്റോ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രിപ്പോസിഷൻ ഓൺ ആണ്. അതായത് ഓൺ April 21. എവ്രി വൺ വെയർസ് ന്യൂ ക്ലോത്ത്സ് ഓൺ ദിവാലി ഡേ. ദിവാലി ദിനത്തിൽ എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കുന്നു. ദി ഗോട്ട് എൻഗേജ്ഡ് ഓൺ March 15th. March 15th അവരുടെ വിവാഹ നിശ്ചയം. ക്യാൻ യു മീറ്റ് മീ ഓൺ സൺഡേ? സോ ഇത് ഓൺ എന്ന പ്രിപ്പോസിഷൻ്റെ ഉപയോഗമാണ്. നിങ്ങൾ ഞായറാഴ്ച എന്നെ കാണാൻ കഴിയുമോ? ക്യാൻ യു മീറ്റ് മീ ഓൺ സൺഡേ? ഇനി നമ്മൾ എപ്പോഴൊക്കെയാണ് സിൻസ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്? സിൻസ് ഇസ് യൂസ് ടു ടോക്ക് ഓഫ് എ പീരിയഡ് സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് ഓഫ് ടൈം. ഒരു കാലഘട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുന്നു. നരേഷ് ആൻഡ് സ്മിത ഹാവ് ബീൻ ലിവിങ് ഇൻ ഭോപ്പാൽ സിൻസ് 2009. അതായത് 2009 മുതൽ നരേഷും സ്മിതയും ഭോപ്പാലിലാണ് താമസിച്ചിരുന്നത്. അതായത് സിൻസ് 2009 മുതൽ. അപ്പോഴാണ് നമ്മൾ സിൻസ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഇനി ഫ്രം എന്ന പ്രിപ്പോസിഷൻ ഉപയോഗം എപ്പോഴാണ് വരുന്നത്? We use from for a point of time. The summer holidays will begin from May 20. May 20 മുതൽ വേനൽക്കാല അവധി ആരംഭിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫ്രം ആണ്. The summer holidays will begin from May 20th. The offer will be valid from the day you buy this device. നിങ്ങൾ ഈ ഡിവൈസ് വാങ്ങുന്ന ദിവസം മുതൽ ഈ ഓഫർ വാലിഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം എന്ന പ്രിപ്പോസിഷൻ ആണ്. ഇനി നമ്മൾ എപ്പോഴാണ് ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്? എക്സാമ്പിൾ, സുഷ്മ ആൻഡ് സ്മിത ഹാവ് ലിവ്ഡ് ഇൻ ഭോപ്പാൽ ഫോർ 4 years. 4 വർഷമായി സുഷമയും സ്മിതയും ഭോപ്പാലിൽ താമസിച്ചിരുന്നു. ടോം വാസ് ഓൺ ലീവ് ഫോർ 5 days. ടോം 5 ദിവസത്തെ അവധിയിലായിരുന്നു. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. നൗ പ്രിപ്പോസിഷൻസ് ഓഫ് ഡിറക്ഷൻ. പ്രിപ്പോസിഷൻസ് ഓഫ് മൂവ്മെൻറ്റ് ഓർ ഡിറക്ഷൻ ഡിനോട്ട് വേർ. ഇവ ദിശയെ സൂചിപ്പിക്കുന്നു. ടു, അറ്റ്, ടുവേർഡ്സ്, ത്രൂ, ഇൻടു, ഓവർ, അണ്ടർ, അപ്പ്, ഡൗൺ, etc. The boys climbed over the wall to pluck the fruits. പഴങ്ങൾ പറിക്കാൻ ആൺകുട്ടികൾ മതിലിന് മുകളിലൂടെ കയറി. ഓവർ ദ വാൾ. അപ്പോൾ ഇവിടെ ഓവർ ആണ് പ്രിപ്പോസിഷൻ. ദിശയെ സൂചിപ്പിക്കുന്നു. ഓവർ ദ വാൾ. രഘു വാക്ക്ഡ് അണ്ടർ ദ ബ്രിഡ്ജ്. രഘു പാലത്തിനടിയിലൂടെ നടന്നു. ലെറ്റ് us walk towards a lake. നമുക്ക് തടാകത്തിനടുത്തേക്ക് നടക്കാം. Let us walk towards the lake. Ria looked through the glass at the toys in the shop. റിയ ഗ്ലാസ്സിലൂടെ
കടയിലെ കളിപ്പാട്ടങ്ങളിലേക്ക് നോക്കി. സോ ഇവിടെ ദിശയെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ച പ്രിപ്പോസിഷൻസ് ഓവർ, അണ്ടർ, ടുവേർഡ്സ്, ത്രൂ എന്നിവയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, രാധ ലുക്ക്ഡ് അറ്റ് ഹർ മദർ ഫോർ പെർമിഷൻ. അറ്റ്, ഇവിടെ അറ്റ് ഹർ മദർ, അനുവാദത്തിനായി രാധ അമ്മയെ നോക്കി. സോ ഹിയർ രാധ ലുക്ക്ഡ് അറ്റ് ഹർ മദർ ഫോർ പെർമിഷൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്. വി വെന്റ് ടു ദ മാർക്കറ്റ്, ഞങ്ങൾ മാർക്കറ്റിൽ പോയി. സോ ഇവിടെ ടു എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. ദ ചിൽഡ്രൻ ജംപ്ഡ് ഇൻ ടു ദ പൂൾ. അപ്പോൾ ഇവിടെ ഇൻ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. കുട്ടികൾ കുളത്തിലേക്ക് ചാടി. The children jumped into the pool. The fat man fell off his chair. തടിച്ചയാൾ കസേരയിൽ നിന്ന് വീണു. ഇനി പ്രിപ്പോസിഷൻസ് ഓഫ് കോസ്, അതായത് കാരണം, പേർപ്പസ് ഉദ്ദേശം, ഓർ സോഴ്സ് ഉറവിടം, അതിൻ്റെ ഉപയോഗം നമുക്കൊന്ന് നോക്കാം. ഫോർ, ഓഫ്, വിത്ത്, ബൈ, ഫ്രം are the examples. Or it is a right place for a picnic. ഒരു പിക്നിക്കിന് പറ്റിയ സ്ഥലമാണിത്. She suffered from fever for 1 week. The girl cried with fear. The thief was beaten by the people with sticks. The walls were drilled by the electrician with an electric drill. The books are on the table. പുസ്തകങ്ങൾ മേശപ്പുറത്തുണ്ട്. The dog is sitting under the table. Apple juice is kept in the jug. In the above examples, the prepositions on, under, in indicates the relation between the books, the dog, and the apple juice with another noun in each sentence. The calendar is on the wall. So, calendar is on the wall. The car was parked near the shop. The cat jumped into the well. The amusement park is in Mumbai. The bus will stop at Kolhapur. So, ഇവിടെ on, near, into, in, at ആണ് prepositions. ഇനി prepositions of place. Prepositions that give us information about the place, location, or position of a noun or a pronoun in relation to something else are called prepositions of place. അതായത് ഒരു നാമത്തിൻ്റെയോ സർവനാമത്തിൻ്റെയോ സ്ഥലം, സ്ഥാനം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്ന prepositions of place എന്നാണ് അറിയപ്പെടുന്നത്. Examples: The pencil is in the box. The pencil is kept at the center of the box. The pencil is on the table. The pencil is kept above the box on the table. The pencil is under the table. The pencil is kept by the box. The pencil is beside the box on the table. The pencil is between the box and the book. The pencil is kept among the clips and hairbands. The pencil is kept behind the box. So, പെൻസിലിൻ്റെ സ്ഥാനമനുസരിച്ച് പല പ്രിപ്പോസിഷൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഗ്രൂപ്പ് പ്രിപ്പോസിഷൻസ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്നാൽ വാക്കുകളുടെ കൂട്ടം ദാറ്റ് ഫങ്ഷൻ. ഫങ്ഷൻ അതെങ്കിൽ പ്രവർത്തിക്കുന്നത് ഒരു പ്രിപ്പോസിഷൻ ആയിട്ടാണ്. അതായത് ഇൻ സ്പൈറ്റ് ഓഫ്, ഓൺ അക്കൗണ്ട് ഓഫ്, വിത്ത് റെഫറൻസ് ടു, ഇൻ ഫ്രണ്ട് ഓഫ്, ഇൻസ്റ്റെഡ് ഓഫ്, ഓൺ ബിഹാഫ് ഓഫ്, ഫോർ ദ സേക്ക് ഓഫ്, ഡ്യൂ ടു, ഇൻ കേസ് ഓഫ്, ബിക്കോസ് ഓഫ്, ആസ് എ റിസൾട്ട് ഓഫ്, അലോങ് വിത്ത്, അക്കോർഡിംഗ് ടു, ബൈ മീൻസ് ഓഫ്. ഇവയൊക്കെ ഗ്രൂപ്പ് പ്രിപ്പോസിഷൻസ് ആയി അറിയപ്പെടുന്നു. Example: Neha stood in front of the gate and waited. The playground was flooded due to heavy rains. കനത്ത മഴയിൽ കളിസ്ഥലം വെള്ളത്തിനടിയിലായി.
The team won the match in spite of being injured. അതായത് പരിക്കേറ്റിട്ടും ടീം മത്സരം വിജയിച്ചു. The students were told to make use of old newspapers and make paper bags. പഴയ പത്രങ്ങൾ ഉപയോഗിക്കാനും പേപ്പർ ബാഗുകൾ നിർമ്മിക്കാനും വിദ്യാർത്ഥികളോട് പറഞ്ഞു. The students were told to make use of old newspapers and make paper bags. So ഇവിടെ in front of, due to, in spite of, make use of എന്നിവയൊക്കെ ഗ്രൂപ്പ് prepositions ആണ്. I went to the market along with my mother. He acted according to my instructions. എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. On behalf of the staff, he addressed the people. By means of rope ladders, they scaled the wall. So ഇവിടെ along with, according to, on behalf of, by means of എന്നിവയൊക്കെ ഗ്രൂപ്പ് prepositions ആണ്. ഇനി special combinations. Special combinations of words that are used as prepositions and there are no rules that can explain it. സോ ഈ കോമ്പിനേഷൻസ് എന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് പറയാനൊരു പ്രത്യേക റൂളൊന്നുമില്ല. അത് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഇതിങ്ങനെയാണ്. രമ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഡാർക്ക്നെസ്. ഈ അഫ്രൈഡ് വരുമ്പോൾ യു ഹാവ് ടു യൂസ് ഓഫ്. അഫ്രൈഡ് ഓഫ് ഡാർക്ക്നെസ്, അതാണ് കോമ്പിനേഷൻ. സോ അതുപോലെ മൈ ഗ്രാൻഡ് മദർ വെയിറ്റഡ് അറ്റ് ദ ഗേറ്റ് ഫോർ മീ. സോ വെയിറ്റഡിൻ്റെ കൂടെ അറ്റ് ഉപയോഗിക്കണം. മൈ പേരൻസ് ആർ പ്രൗഡ് ഓഫ്. പ്രൗഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് പ്രൗഡ് ഓഫ് മീ. ഓഫ് ആണ്. ഓഫ് എന്ന പ്രിപ്പൊസിഷൻ. രാമു ഈസ് വെരി ലോയൽ ടു ഹിസ് മാസ്റ്റർ. ഷീ മസ്റ്റ് കെയർ ഫോർ. കെയറിൻ്റെ കൂടെ എപ്പോഴും ഫോർ എന്ന പ്രിപ്പൊസിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കെയർ ഫോർ ഹർ ഹെൽത്ത്. ഡൽഹി ഈസ് ഫേമസ് ഫോർ. അപ്പോൾ ഫേമസിൻ്റെ കൂടെ വരുന്ന പ്രിപ്പൊസിഷൻ ഫോർ. Delhi is famous for its monuments. She is good at painting. She has no taste for music. So, taste in the code ഉപയോഗിക്കുന്ന preposition for. Taste for. She has no taste for music. I pray to God. So, I pray വരുമ്പോൾ to എന്ന preposition will be used there. I pray to God every morning. She replied to her friend's letter. The old lady is good to children. സോ അവിടെ വേറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ടു എന്ന് യൂസ് ചെയ്യണം. റിയ ഇസ് സെർച്ചിങ് ഫോർ ഹർ ബാഗ്. റിയ ഇസ് സെർച്ചിങ് എന്ന് വരുമ്പോൾ തന്നെ ഫോർ എന്ന പ്രിപ്പൊസിഷനാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ സ്പെഷ്യൽ കോമ്പിനേഷൻസ് ആണ്. ആൻഡ് അതിന് ആസ് ഐ ടോൾഡ് യു ഒരു റൂളൊന്നും പറയാൻ പറ്റില്ല. വി ഷുഡ് നോട്ട് ലാഫ് അറ്റ്. ഇറ്റ്സ് ഓൾവേസ് ലാഫ് അറ്റ് ദ മിസ്റ്റേക്സ് ഓഫ് അതേഴ്സ്. ഹി വാസ് ക്വൈറ്റ് ഷുവർ ഓഫ് ഹിസ് ടീംസ് സക്സസ്. ഷുവർ ഓഫ്. So, afraid of, waited at, proud of, loyal to, care for, famous for, good at, taste for, prayed to, replied to, good to, searching for, laugh at, sure of എന്ന കോമ്പിനേഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നൗ ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് എക്സസൈസ് ഉണ്ട്. യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് തന്നെ പരീക്ഷിച്ച് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉത്തരവും തന്നിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് യുവർ സെൽഫ്. ഐ ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.